ഈ അവഗണിക്കപ്പെട്ടെടുത്ത് പിന്നെയും പിന്നെയും കടിച്ചു തൂങ്ങിക്കിടക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശുദ്ധ മണ്ടത്തരാണ് കേട്ടോ അത്. ഞാൻ അയക്കുന്ന സന്ദേശങ്ങൾക്ക്, എൻ്റെ കോളുകൾക്ക് എന്തെങ്കിലും മറുപടി കിട്ടും എന്നുള്ള നിങ്ങളുടെ ആ ഒരു നിസ്വാർത്ഥമായ പ്രതീക്ഷ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരാളെക്കുറിച്ച് ഓർത്ത് കളയുന്ന സമയത്ത് ആ വ്യക്തി അവിടെ മറ്റൊരാളുമായി അല്ലെങ്കിൽ അയാളുടെ സന്തോഷങ്ങളിൽ വ്യാപൃതനായി നടക്കുകയായിരിക്കും. അതെന്തെങ്കിലും മനസ്സിലാക്കണം. അതൊരു തിരിച്ചറിവ് തന്നെയാണ്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സ്നേഹിച്ചു, അതും അല്ലെങ്കിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് നടന്നു, അതിനുശേഷം ഇപ്പോൾ വിളിക്കാറില്ല, ഇപ്പം മിണ്ടാറില്ല. എന്തേ മിണ്ടാതായി പോയത്? സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ടേസ്റ്റൊക്കെ പോയി, പിന്നെ ഇനി അടുത്തത് മതി എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളത് ഒരു വലിയൊരു സത്യം തന്നെയാണ്. എന്നാൽ കൂടിയും സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹം കൂടല്ലേ വേണ്ടത്? അതിടയ്ക്ക് വെച്ച് നിന്നു പോവാണോ വേണ്ടത്? സ്നേഹം എന്ന് വെച്ചാൽ ഒരിക്കലും എനിക്ക് മടുക്കോളം എന്നുള്ളതല്ലല്ലോ, എനിക്ക് മരിക്കുവോളം എന്നുള്ളതല്ലേ. ഇനി മടുപ്പ് തോന്നിയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ഒരു മടിയും കൂടാതെ അത് തുറന്ന് പറയാം. എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ എനിക്ക് മടുപ്പാണ് നിന്നെ, എനിക്ക് വെറുപ്പാണ് നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് മാറി പോവുകയെന്നുണ്ടെങ്കിൽ അത് അയാളോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ന് പറയുന്ന വ്യക്തി, അതിനിപ്പോൾ ആണായാലും പെണ്ണായാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിച്ചു പോയി, അല്ലെങ്കിൽ അകമഴിഞ്ഞ് വിശ്വസിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഒരു വലിയ ദുരന്തം അയാൾക്ക് നമ്മൾ സമ്മാനിക്കാൻ പാടില്ല.